ദുഃഖം എത്ര ആഴമുള്ള ഒരു വാക്കാണല്ലേ അത്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലും ദുഃഖം വന്നിട്ടില്ലാത്തവർ ആരും ഉണ്ടാകില്ല. ഒരാളുടെ ദുഃഖം മറ്റൊരാളുടെ കണ്ണിൽ ചെറുതായിട്ട് തോന്നിയേക്കാം, പക്ഷെ അത് അനുഭവിക്കുന്നവൻ്റെ മനസ്സിൽ ആ മുറിവ് അത്രയേറെ യഥാർത്ഥമാണ്. എപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ, ദൈവമുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എന്തിനാണ് സംഭവിച്ചത്? നിറയെ പേരത് ചോദിക്കുന്നുണ്ട് അല്ലേ. അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും സ്വാഭാവികമായ ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് തോന്നും, ഓ, എൻ്റെ എല്ലാം നഷ്ടമായി, എൻ്റെ സമാധാനം പോയി, എൻ്റെ ജീവിതമേ പോയി. പക്ഷേ ആത്മീയമായിട്ട് നോക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വസ്തുക്കളെ ഒന്നുമല്ല, ആ വസ്തുക്കളെ സംബന്ധപ്പെട്ട അതിനോട് ചേർന്ന ഒരു ഭ്രമമാണ് നമ്മൾക്ക് നഷ്ടമാകുന്നത്. മനസ്സെപ്പോഴും ചിന്തിക്കും, ഇതെനിക്ക് വേണം, അതെനിക്ക് വേണം, അതെനിക്ക് നഷ്ടമായി, അങ്ങനെ പല കാര്യങ്ങളിൽ. പക്ഷെ ആത്മാവ് അതൊന്നും പറയില്ല, അത് മൗനത്തിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. മനസ്സ് ഈ ലോകത്തെയാണ് കാണുന്നത്, പക്ഷെ ആത്മാവാണ് സത്യത്തെ മനസ്സിലാക്കുന്നത്. മനസ്സ് കരയും, പക്ഷെ ആത്മാവ് ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കും. ദുഃഖം എന്ന് പറയുന്നത് ദൈവം തരുന്ന ശിക്ഷയൊന്നുമല്ല, അത് ഒരു പാഠമാണ്. ദൈവം നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി നമ്മൾക്ക് ഒരു ദുഃഖങ്ങളും തരുന്നില്ല. നമ്മളെ വളർത്താനാണ് ചില അനുഭവങ്ങൾ നമ്മൾക്ക് സമ്മാനിക്കുന്നത്. നമ്മൾ തളർന്നു പോകുമ്പോൾ ദൈവം നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇവൻ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കടക്കുന്നത് എന്ന്. ജീവിതത്തിൽ ചില വേദനകൾ നമുക്ക് അത് അധികമായാൽ മാത്രമാണ് അതില്ലാതാകുന്നത്, അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോഴാണ് എല്ലാവരും അതിൻ്റെ ആ വേദനകൾക്കും ആ ദുഃഖങ്ങൾക്കും എല്ലാം അതെല്ലാം ഒരു പാരമ്യത്തിലേക്ക് എത്തുമ്പോൾ ആണ് ആൾക്കാർ ഈ പരിഹാരത്തിന് പോകുന്നത്. പക്ഷേ ആ ഒരു പരിഹാരം കൊണ്ട് അവർക്ക് അതിൽ നിന്നും ഒഴിവാകാൻ പറ്റില്ല. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ആ ഒരു വേദനയും ആ ഒരു സങ്കടങ്ങളും അവർക്കത് ഒഴിവാക്കാനാകില്ല. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല, ആ ഒരു വേദന കടന്നു പോകുമ്പോഴാണ് അതിൽ നിന്നാണ് ഏറ്റവും വലിയ ജ്ഞാനം ലഭിക്കുന്നതെന്ന്. ഒരു വിത്ത് മണ്ണിൽ മൂടിയിടാതെ അത് വളരില്ല. അങ്ങനെ തന്നെയാണ് മനുഷ്യരും. ദുഃഖത്തിൻ്റെ ഇരുട്ടിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് വെളിച്ചത്തെ ആഗ്രഹിക്കുന്നത്. ആ വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടി അവൻ പരിശ്രമിക്കുന്നത് അപ്പോഴാണ്. ആ പരിശ്രമം ഇല്ലാത്തവൻ പരിഹാരങ്ങളുടെ പിറകെ പോകും. ദുഃഖം വന്നു കഴിയുമ്പോൾ മനസ്സാദ്യം ചോദിക്കുന്നത്, എന്തിനാണ് എനിക്ക് ഈ ദുഃഖം വന്നത്? പക്ഷെ ആത്മീയമായി ഉണർന്ന ഒരു മനുഷ്യൻ ചോദിക്കുന്നത്, ഇതിലൂടെ ഞാൻ എന്താണ് പഠിക്കുന്നത്? ആ ഒരു ദുഃഖാവസ്ഥകളെ അവർ ഒന്ന് ഒബ്സർവ് ചെയ്യും. ദുഃഖം മനസ്സിനെ തകർക്കുന്ന ഒന്നല്ല, അത് മനസ്സിനെ ശുദ്ധമാക്കുന്ന തീയാണ്. ചൂടില്ലാതെ സ്വർണം ഉരുകില്ല, അതിനെ തെളിയിക്കില്ല, അത് ശുദ്ധമാകില്ല, അതിനെ നല്ലൊരു ആഭരണമാക്കി മാറ്റാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ദുഃഖവും പ്രയാസങ്ങളും ഓരോ അതേമാതിരി പ്രതിസന്ധികളും ഇല്ലാതെ നമ്മുടെ ആത്മാവ് പ്രകാശിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ വേദന വരുമ്പോൾ അത് ദൈവത്തിൻ്റെ നമ്മളോടുള്ള ആ ശ്രദ്ധയുടെ അടയാളം തന്നെയാണ്. ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോൾ അത് നമ്മെ ഉയർത്താനാണ്, അത് താഴെയാക്കാനല്ല. നമ്മളെ ഒരു കാരണവശാലും ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മുടെ കഷ്ടത്തിൽ നിന്നും, നമ്മളെ ആ കർമ്മഫലങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കാനാണ്. ദുഃഖം വന്നു കഴിയുമ്പോൾ അതിനെ തടഞ്ഞു വെക്കരുത്, അത് കടന്നു പോകട്ടെ. ആ സാഹചര്യങ്ങളെ കാണുക, അനുഭവിക്കുക, പക്ഷെ അതിലേക്ക് ആഴത്തിൽ മുങ്ങിപ്പോകരുത്. ഇതിൽ നിന്നും എനിക്ക് വീണ്ടും വെളിയിൽ വരാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. അപ്പോൾ ആ ആത്മവിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയാണ് അമ്പലങ്ങളിലേക്ക് പോകേണ്ടത്. അവിടെ 5 നിമിഷം കണ്ണടച്ചിരിക്കുമ്പോൾ അവിടെ തുടങ്ങിയാണ് ആ ധ്യാനം. വീണ്ടും വീണ്ടും ആ ധ്യാനത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളുടെ എല്ലാം സൊല്യൂഷൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കും. ധ്യാനം എന്ന് പറയുന്നത് നമ്മെ ദുഃഖം കാണുന്ന ഒരു സാക്ഷിയായിട്ട് മാത്രം മാറ്റുന്നു നമ്മുടെ മനസ്സിനെ. നമ്മൾ മനസ്സല്ല, ചിന്തകളും വേദനകളും
ഒന്നുമല്ല, ഇതെല്ലാം കാണുന്ന ഒരു സാക്ഷി മാത്രമാണെന്ന് മനസ്സിലാകും നമുക്ക്. ഒരു ദിവസം ധ്യാനത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും, ദുഃഖം വന്നത് തന്നെ ഒരു അനുഗ്രഹമായിരുന്നു എന്ന്. കാരണം അതാണ് നമ്മെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയത്. ഒരു ദുഃഖം വന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ദുഃഖത്തിൽ നിന്നും നമ്മളത് വെളിയിൽ വരുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിനൊരു അസുഖം വരുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത്. ആ ഡോക്ടർ തരുന്ന മരുന്നുകളെല്ലാം കറക്റ്റായി കഴിച്ചെങ്കിൽ മാത്രമേ അസുഖം മാറുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് റിസ്ക് എടുക്കണം. പല കാര്യങ്ങളും നമ്മൾ അതുവരേക്കും ആഗ്രഹിച്ചു കഴിച്ചിരുന്ന പല ഭക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. അതേപോലെയാണ് നമ്മൾക്കൊരു ദുഃഖം വരുമ്പോൾ ആ ദുഃഖം എന്തിനാണ് വന്നതെന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ അത് ആ ഒരു കാര്യങ്ങളെയെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കും. അല്ലാതെ പരിഹാരം ചെയ്യാൻ പോകുന്നിടത്ത് അല്ലെങ്കിൽ അവർ പറയുന്നത് നിനക്ക് ഈ ദുഃഖം വന്നത് അവർ കാരണമാണ്, നിൻ്റെ അമ്മ കാരണമാണ്, നിൻ്റെ അമ്മായിമ്മ കാരണമാണ്, മരുമകൾ കാരണമാണ്, നിൻ്റെ അയൽവക്കത്തുകാർ മൂലമാണ്, ഇല്ലെങ്കിൽ ബന്ധുജനങ്ങൾ മൂലമാണ്, ഇതെല്ലാം പറഞ്ഞു തരാൻ 100 പേര് കാണും. പക്ഷേ ആ ദുഃഖം വന്നത് എന്തിനാണെന്ന് നിങ്ങൾ തനിച്ചിരുന്ന് ആലോചിക്കണം. ആ നിശബ്ദതയിൽ ആ ഒറ്റപ്പെടലിലാണ് നിങ്ങളെ മനസ്സിലാക്കേണ്ടത്. അവിടെ ആരുമില്ല. നമ്മൾക്ക് ഏത് ദുഃഖം വന്നാലും ഏത് പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും അതിനെല്ലാം ഉത്തരവാദികൾ നമ്മൾ മാത്രമാണെന്നൊരു ചിന്തയിലൂടെ തുടങ്ങണം നിങ്ങളുടെ ആത്മീയ യാത്ര. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ കുറച്ച് നേരം തനിച്ചിരിക്കണം. കണ്ണടച്ച് ശ്വാസം എടുത്തു വിടണം. ഒന്നും പറയാതെ, ഒന്നും ആഗ്രഹിക്കാതെ ആ നിശബ്ദതയെ അനുഭവിക്കണം. അവിടെ ദുഃഖമില്ല, പേടിയില്ല, ആഗ്രഹമില്ല. അവിടെ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഫീലിംഗ് നമ്മൾക്ക് അനുഭവപ്പെടും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ദുഃഖം എന്ന് പറയുന്നത് നമ്മൾക്കുള്ള ശിക്ഷയല്ല, അതൊരു പാഠമാണ്. ദൈവം നമ്മൾക്ക് വേദന തരുമ്പോൾ അതിലൂടെ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഒരു ദുഃഖം വരുമ്പോൾ തളർന്നു പോകാതെ, അത് മറ്റുള്ളവരിലേക്ക് ചൂണ്ടിക്കാണിക്കാതെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നോക്കുക. പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മൾ ഒരു കാരണം കാട്ടി ഒരാളെ നമ്മൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ആ 3 വിരൽ നമ്മുടെ നേരെയാണ് ഇരിക്കുന്നത്. എല്ലാത്തിലും ഒരു അർത്ഥങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വെളിയിൽ എവിടെയുമല്ല നമ്മുടെ ദുഃഖത്തിനുള്ള കാരണം. ആ ദുഃഖത്തിനുള്ള കാരണം നമ്മളിൽ തന്നെയാണ്. അതിനാണ് ധ്യാനങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അത് ഏത് വിഷയമായിക്കോട്ടെ, സാമ്പത്തികമോ ബന്ധങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾക്കതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വിടുതല കിട്ടുന്നത് ധ്യാനത്തിലൂടെ മാത്രമാണ്. മറ്റൊന്നിനും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള പരിഹാരമാണ് ധ്യാനം എന്ന് പറയുന്നത്. അതും പ്രത്യേകിച്ച് VMC മലയാളം മെഡിറ്റേഷൻ ചാനൽ എടുക്കുന്ന ഒരു വ്യക്തികളും സത്യങ്ങളെ ബോധ്യമാക്കാതെ പോവില്ല. എല്ലാവരുടെ ജീവിതവും മാറും. ഇത് സത്യയുഗമാണ്. കലിയുഗം പോയി സത്യയുഗം ആരംഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും സത്യങ്ങളെ ബോധ്യമാക്കാൻ വേണ്ടിയാണ് VMC മലയാളം മെഡിറ്റേഷൻ ചാനലുള്ളത്. അതിലേക്ക് പോകുക. സീമാജിയുടെ ഓരോ വാക്കുകളും ദൈവവചനങ്ങൾ തന്നെയാണ്. അതിനെ ഉൾക്കൊണ്ട് ആ ധ്യാന മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങളുടെ ആത്മാവിനെ തിരിച്ചറിയാനും നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വെളിയിൽ വരാനും ഇതൊന്നുമല്ല എന്നുള്ള ഒരു ബോധ്യം വരാനും എല്ലാം മനസ്സിലാകുമ്പോൾ എല്ലാവരുടെ ജീവിതങ്ങളും ആനന്ദകരമാകും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ജീവിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും. നമുക്ക് വരുന്ന ദുഃഖങ്ങളൊന്നും ദുഃഖങ്ങളല്ല, ഇതെല്ലാം നമ്മൾക്കുള്ള പാഠങ്ങളാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.